സാർ, ഈ പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ആ സിനിമ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു മലയാള സിനിമയാണ്. ആ മലയാള സിനിമ നമ്മുടെ രാജ്യാതിർത്തിയൊക്കെ കടന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ അതിനാവശ്യമായ ഒരു ചർച്ച അല്ലെങ്കിൽ അതിന് മാത്രമുള്ളൊരു പ്രാധാന്യം നമ്മുടെ സിനിമാ ലോകത്തോ അല്ലെങ്കിൽ സാംസ്കാരിക ലോകത്തോ ഒന്നും കിട്ടുന്നില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ആ തരത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ? അതെ, അത് പിന്നെ 90% മലയാളവും 10% മറാത്തിയും ഹിന്ദിയും ചേർന്ന് ഉള്ള ഒരു സിനിമയാണത്. പൂർണ്ണമായും ഒരു മലയാള സിനിമയെന്ന് പറഞ്ഞുകൂടെങ്കിലും ഇതാണ് അതിൻ്റെ ഭാഷാ ചേരുവ. അങ്ങനെയുള്ളൊരു സിനിമ ഒരു മലയാള സിനിമയെന്ന് തന്നെ പ്രായണ നമുക്കതിനെ വിളിക്കാം. 90% മലയാളമാണ്. അത് അന്താരാഷ്ട്ര വേദിയിൽ ചെന്നു. കാൻ ഫെസ്റ്റിവലിൽ അതിന് ഗ്രാൻഡ് പ്രീ അവാർഡ് കിട്ടിയപ്പോഴാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് അതിനകത്ത് മലയാളികളായ കനി കുസൃതി, പിന്നെ ദിവ്യപ്രഭ, വേറെയും ചില മലയാള ചെറിയ താരങ്ങളും കേരളത്തിൽ നിന്നുണ്ട്. ഇത് കനി കുസൃതി പുതിയ ഒരാളല്ല, ഒരു എസ്റ്റാബ്ലിഷ്ഡ് അഭിനേത്രിയാണ്. ദിവ്യപ്രഭ, ഇവരൊക്കെ അഭിനയിക്കുന്ന മലയാളി കഥയാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് അന്യദേശത്ത് തൊഴിൽ തേടിപ്പോയ നഴ്സന്മാരുടെ കഥയാണ്. ബോംബെയിലെത്തി നഴ്സിംഗ് ജോലി ചെയ്യുന്ന ഈ രണ്ട് ഇതിൽ പിന്നെ കനി കുസൃതിയുടെ പ്രഭ എന്ന കഥാപാത്രവും അനു എന്ന് വിളിക്കുന്ന ദിവ്യപ്രഭയുടെ കഥാപാത്രവും, പിന്നെ അതിൽ വേറെ ഛായ അഭിനയിക്കുന്ന പാർവതി എന്ന കഥാപാത്രവും. ഇത് ഈ 3 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ കഥ ഉരുത്തിരിയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബോംബെ നഗരത്തിൽ അകപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ജീവിതവും ബോംബെയിലെ അഭൗമ പിന്നെ തലങ്ങളിൽ സ്കൈ ക്രാപ്പേഴ്സ് കെട്ടിയിട്ട് ഭയങ്കര ഫ്ലാറ്റിൻ്റെ സമുച്ചയങ്ങളിൽ ദൈവത്തോട് ഒപ്പം കഴിയുന്ന മനുഷ്യരുടെയും ഒക്കെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ ഇങ്ങനെ അനാവരണം ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്റ്റോറിയെ ശ്രീമതി കപാടിയ ഭാവന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിനിമാറ്റിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ വേൾഡ് സിനിമ ആസ്വാദകർക്ക് വലിയ അപ്പീലിംഗ് ആയിട്ട് തോന്നി എന്ന് യൂറോപ്പിൽ, പ്രത്യേകിച്ചും ബ്രിട്ടനിൽ ഇത് തുടർച്ചയായി ആസ്വദിക്കപ്പെടുമ്പോൾ അവിടെ നിന്നുള്ള ആസ്വാദന ബോധമുള്ളവർ അവരുടെ റിയാക്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബ്രിട്ടനിലെ ഈ പിന്നെ ഫെസ്റ്റിവൽ പതിവായിട്ട് 2700 ഓഡിയൻസ് ഇരിക്കാവുന്ന റോയൽ തിയേറ്ററിൽ ഈ സിനിമ തുടർച്ചയായിട്ട് പ്രദർശിപ്പിച്ചപ്പോൾ വലിയ അപ്ലാസാണ് ഇതിന് കിട്ടിയത്. അന്ന് കനി കുസൃതി അവിടെ നേരിട്ട് സംസാരിച്ചു. ഓഡിയൻസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവരവിടെ പ്രസൻ്റായിരുന്നു. അവർ വളരെ ഇമ്പ്രസീവായിട്ടാണ് ഓഡിയൻസിൻ്റെ മുന്നിൽ പിന്നെ പെരുമാറിയത്. അപ്പോൾ ആ തരത്തിൽ വലിയ അപ്രിസിയേഷൻ ഇപ്പോൾ അവിടുത്തെ സാധാരണ തിയേറ്ററുകളിൽ ഉൾനാടുകളിലേക്ക്, ബ്രിട്ടൻ്റെ സബർബുകളിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും ഈ സിനിമയ്ക്ക് വലിയ അപ്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് പാർത്ഥൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനൊരു സിനിമ ഉണ്ട് എന്നുള്ള കാര്യം പോലും നമ്മുടെ മുഖ്യധാരാ സിനിമക്കാരോ സാമാന്യന് നല്ല സിനിമയുടെ ആസ്വാദകരോ പോലും എങ്ങും ചർച്ച ചെയ്യുന്നതായി നമ്മൾ കേട്ടിട്ടില്ല. നല്ല സിനിമകൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ കച്ചവട സിനിമയെ കലാസിനിമയാണോ കച്ചവട സിനിമയാണോ എന്ന് തിരിച്ചറിയാതെ കണ്ട് കൈയടിക്കുകയും കൂവുകയൊക്കെ ചെയ്യുന്ന ഈ കാലത്ത് ഒരു സിനിമ വ്യത്യസ്തമായ ആശയവുമായി രംഗത്ത് വന്നാൽ പ്രദർശിപ്പിച്ച് വിദേശത്തുള്ളവർക്ക് കൈയടിക്കാൻ വേണ്ടിയുള്ള അല്ലല്ലോ ഒരു മലയാള സിനിമ. അത് മലയാളത്തിൽ വേണ്ട പോലെ ആഘോഷിക്കപ്പെടുകയോ ആചരിക്കപ്പെടുകയോ വിലയിരുത്തപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതൊരു വലിയ കഷ്ടമാണ്. ഏറെ സങ്കടകരമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടത് ആ സിനിമയുടെ ഗുണം കൊണ്ടോ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പുരസ്കാരങ്ങൾ നേടിയതോ കൊണ്ടായിരുന്നില്ല, മറിച്ച് അതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദിവ്യപ്രഭയുടെ നഗ്നതയെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ കഥാപാത്രമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിൽ അത് വന്നതാണത്. ആ
ആ നഗ്നതയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്ലിപ്പിങ്സ് കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളായിരുന്നു മലയാളത്തിലെ മാധ്യമങ്ങളിലും സമൂഹത്തിലുമൊക്കെ അതെ വല്ലാതെ കിടന്ന് കറങ്ങിയത്. അതൊരു സ്ത്രീകൾക്കെതിരായിക്കൊണ്ട് എത്രമാത്രം ചില ആളുകൾ ഇത്തരം ചില കാര്യങ്ങളിൽ ഇടപഴകുന്നു, അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടന്നിരുന്നു. സാറിന് തുടരാം. അത് നമ്മുടെ സമൂഹത്തിൽ ഈ സെക്സിനോടുള്ള സമീപനം അതെപ്പോഴും സെക്സ് എന്തോ ഒരു വൃത്തികെട്ട ഇറ്റ് ഈസ് ഡർട്ടി ലിറ്റിൽ തിങ് എന്ന തരത്തിലാണ് നമ്മൾ അതിനെ മനോഹരമായ ഒരു കലാസമീപനം നമുക്ക് ലൈംഗികതയെക്കുറിച്ച് ഇപ്പോഴും ഇല്ല. നമ്മൾ വളരെ ചീപ്പാണ്. വിദ്യാഭ്യാസം ചെയ്ത ഒരു സമൂഹം ആണെന്ന് നമുക്ക് കരുതാൻ പറ്റാത്ത തരത്തിലുള്ള ഞരമ്പ് രോഗികളുടെ ഒരു നാടാണ് കേരളം. അതുകൊണ്ട് അവർക്ക് ഒരു സ്ത്രീയുടെ മാറിൽ നിന്ന് തുണി അഴിഞ്ഞ് താഴെ പോയാൽ നമ്മൾ അത്ഭുതത്തോടെ എന്തോ ഒരു അത്ഭുത ലോകത്തിലെ ആലീസിനെ പോലെ നോക്കിയിരിക്കും എന്ന ഒരവസ്ഥ വിശേഷമുണ്ട്. അത് മാറേണ്ട കാലം പോയി. അത് നമുക്ക് ബോധനവീകരണം വേണം. ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തകരാറുകൾ. വെസ്റ്റേൺ ഓഡിയൻസിന് ഇതൊന്നും ഒരു കാര്യമല്ല. ബോഡി ലാംഗ്വേജ്, ബോഡി എന്ന കവിത, മനുഷ്യ ശരീരം എന്ന കവിത ആസ്വദിക്കാൻ അവർക്ക് പണ്ടേ അറിയാം. അവിടുത്തെ നഗ്ന ചിത്രങ്ങൾ, നമ്മൾ അജന്ത എല്ലോറയെ കുറിച്ചും അവിടുത്തെ ശില്പങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വാചാലമായി ഇപ്പോൾ സംസാരിക്കുകയും രവിവർമ്മ ചിത്രത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുകയും ചെയ്യും. അതേ സമയം തികഞ്ഞ യാഥാസ്ഥിക ബോധത്തോടെ കലാസൃഷ്ടികളെ സമീപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ളൊരു കാപഢ്യം നമ്മുടെ കലാസ്വാദനത്തിലുണ്ട്. മലയാളി ഒരു ശരാശരി മലയാളിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒരു കപട സദാചാര ബോധം തീർച്ചയായിട്ടും ഉണ്ട്. അത് എല്ലാ സൃഷ്ടി ആസ്വദിക്കുന്നതിലുമുണ്ട്. ഇപ്പോൾ D.H. ലോറൻസിൻ്റെ ലേഡി ചാർട്ടിലറിയുടെ കാമുകൻ എന്ന കവിത എന്ന നോവൽ വായിക്കാൻ പക്വമായ ഒരു മനസ്സ് മലയാളിക്ക് ഇനിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ ഏത് കലാസൃഷ്ടിയുടെ കാര്യത്തിലും. പക്ഷേ നമ്മൾ ഈ സിനിമയെ അങ്ങനെ, ഇതൊരു ലൈംഗിക സിനിമയല്ല, നേഴ്സന്മാരുടെ കഥയാണ്. അപ്പോൾ അവരിൽ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഈ അമ്പരചുംബികളൊക്കെ കെട്ടി ഇങ്ങനെ മുകളിലേക്ക് പോയാൽ ദൈവങ്ങളുടെ ഇരിപ്പിടത്തിൽ ചെന്നെത്തുമല്ലോ, അവരെക്കാൾ വലിയ ആളുകളാവില്ലേ ഇവരെന്നൊക്കെ ചിന്തിക്കുന്ന പാവം മനുഷ്യരുടെ കഥയാണിത്. അതിലെ ഈ കനി കുസൃതി അഭിനയിക്കുന്ന കഥാപാത്രം പ്രഭയെ പിന്നെ ഒരാൾ വിവാഹം, അവരുടെ വീട്ടുകാർ ആലോചിച്ചൊരു വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അയാൾ കല്യാണം കഴിച്ചിട്ട് പോയി ജർമ്മനിയിൽ പോകുന്നു. ജർമ്മനിയിൽ പോയിട്ട് അയാൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ പിന്നെ അവളിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം എത്തുന്നത് ഒരു കുക്കറാണ്, പ്രഷർ കുക്കർ. ആ പ്രഷർ കുക്കർ അയച്ചതാര് ആണ് എന്ന് അതിന് ഫ്രണ്ട് അഡ്രസ് പോലും ഇല്ല. അതാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ദാമ്പത്യ ജീവിതം. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഡെപ്തിൽ ചിന്തിക്കേണ്ട കുറേ വിഷയങ്ങളാണ്. അതെ, ഇതുപോലെ നിരവധി. അതിൽ പിന്നെ ആ ബോംബെ തെരുവിൽ തട്ടുകട നടത്തുന്ന ഒരു കഥാപാത്രമാണ് അത് കവിത എന്ന കഥാപാത്രം. അവൾ വിധവയാണ്. മറ്റൊരു പിന്നെ സ്ത്രീ നഴ്സ് കഥാപാത്രം, അത് ഈ പ്രഭയുടെ കൂട്ടുകാരി. അവൾക്ക് വീട്ടുകാർ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു മാരേജാണ്. ആ ദാമ്പത്യത്തിൻ്റെ തകർച്ച, ദാമ്പത്യ ബന്ധങ്ങളിലെ ശൈഥില്യം, അതിൻ്റെ അർത്ഥശൂന്യത, ഇതൊക്കെ ഇതിനകത്ത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു മികച്ച കലാസൃഷ്ടി എന്ന് പറയാവുന്ന ഒരു അന്താരാഷ്ട്ര മാനമുള്ള മലയാള സിനിമയാണ്. ഈ സിനിമയാണ് നമ്മൾ കണ്ടതായി പോലും നടിക്കാതെ ഇപ്പോഴും നമ്മൾ ദുൽഖർ റഹ്മാൻ എൻ്റെ ലക്കി ഭാസ്കർ എന്ന ബഹുഭാഷ സിനിമയ്ക്ക് പോയിരുന്ന് കൈയടിക്കുന്നത്. ഇതിനകത്ത് ഒരു കാപട്യമുണ്ട്, തികഞ്ഞ കാപട്യമുണ്ട്. ആസ്വാദനത്തിൽ നമ്മൾ ഇപ്പോഴും ഏതോ പ്രാകൃത യുഗത്തിലാണ്. അപ്പോൾ കനി കുസൃതിക്ക് വേണ്ടത്ര തുണിയില്ല എന്ന ചർച്ചയിലാണ് നമ്മൾ ഇതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ട്. അതേസമയത്ത് ലണ്ടനിലെ പിന്നെ തെരുവുകളിലും അവിടെ പിന്നെ ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്ന പിന്നെ ഭാഗങ്ങളിൽ ഭിത്തിയുടെ രണ്ട് സൈഡിലും ഈ ഇല്ലുമിനേറ്റ് ചെയ്ത പോസ്റ്ററുകൾ, ഈ സിനിമയുടെ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ. ആ തരത്തിൽ അവിടെ നമ്മുടെ ഈ പേസ്റ്റ് ചെയ്യുന്ന പോസ്റ്ററുകളല്ല, ഈ ഇലക്ട്രോണിക് പോസ്റ്ററുകളാണ് അതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് മുമ്പൊന്നും കിട്ടാത്ത
ഒരു അത്രയ്ക്ക് പ്രാധാന്യം അവർ കാണുന്നുണ്ട്. അവിടെ ഇതൊരു പോപ്പുലർ സിനിമയായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്, ഒരു ജനകീയ സിനിമ എന്ന നിലയിലാണ്. ഇവിടെ ഇതൊരു ജനകീയ സിനിമയും അല്ല ഒരു കലാസിനിമയുമായിട്ട് പോലും നമ്മൾ സ്വീകരിക്കുന്നില്ല. ഇതിന് ബോളിവുഡിലേക്ക് 2 നോമിനേഷനുണ്ട് ഈ സിനിമയ്ക്ക്. നമ്മുടെ IFFKയിൽ ഇതിന് ഒരു സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന 5 ലക്ഷം രൂപയുടെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IFFKയിൽ ആരെങ്കിലുമൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ട്, മലയാളികൾ കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടവർ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ചൊരു ആസ്വാദനം എഴുതുകയോ ഒരു നല്ല റിവ്യൂ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സിനിമ 40 വർഷമായി ലണ്ടനിൽ സിനിമ ഫെസ്റ്റിവൽ കവർ ചെയ്യുന്ന പത്രലേഖകനായ മണമ്പൂർ സുരേഷ് ഈ സിനിമ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് മലയാളത്തിലുണ്ടായ ഏറ്റവും മികച്ച പുതിയ സിനിമയാണ് ഇത് എന്നാണ്. ഇത് വരും കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടും എന്നാണ്. സാർ, നമുക്ക് മറ്റെല്ലാം മാറ്റി വെക്കാം, പക്ഷേ മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ, പച്ചയ്ക്ക് പൊള്ളുന്ന സത്യങ്ങളെ വരച്ച് കാട്ടപ്പെടുന്ന സിനിമകൾ, അത് മലയാളിയുടെ ഏറെ പുരോഗമിച്ചു എന്ന് പറയുന്ന ബോധമുണ്ടല്ലോ, കലാബോധമുണ്ടല്ലോ, അത് ഇത്തരം സിനിമകൾ വരുമ്പോൾ അവർ പുറത്ത് കാണിക്കില്ല, അല്ല അതിനോട് സഹകരിക്കില്ല. നേരെ മറിച്ച് ഈ പറയുന്ന പ്രണയവും വിരഹവും ഒക്കെയുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമകളെ മാത്രം, അതെടുക്കേണ്ട എന്നല്ല, അതിനെ മാത്രം അങ്ങ് വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറിഞ്ഞോ അറിയാതെയോ മലയാളി സിനിമ ആസ്വാദകർ ഒരു ഗൂഢാലോചനയിലൂടെ ഇരകളാണ്. അത് കച്ചവട സിനിമ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ പ്രണേതാക്കളുടെയും അതിൽ പങ്കാളികളായ തികച്ചും വ്യാപാര മനസ്ഥിതിക്കാരായ ആളുകളുടെയും, അവർ കലാകാരന്മാരല്ല, കലയെ ഉപജീവിക്കുന്നവരും വ്യാപാരികളാണ്. അവരുടെ ഗൂഢാലോചനയിൽ അകപ്പെട്ടിരിക്കുന്നു മലയാളി ബോധം. അതിൽ നിന്നും പുറത്തു വരുവാൻ കിട്ടുന്ന അപൂർവം ചുരുക്കം അവസരങ്ങളിലൊന്നാണ് ഇതുപോലെ ഉള്ള സിനിമ. ഈ സിനിമ കാണുകയും വിലയിരുത്തുകയും പഠിക്കുകയും, ഈ സിനിമ കോളേജുകളിലൊക്കെ പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ ഇത് ചർച്ച ചെയ്യുകയാണെങ്കിൽ പുതിയ ഒരു ആസ്വാദന ബോധം, ദൃശ്യ കലകൾ ആസ്വദിക്കുന്നില്ല, സിനിമ പ്രത്യേകിച്ചും. സിനിമ ആധുനിക കലയല്ലേ, അപ്പോൾ അത് ഭാവിയുടെ ഭാവി ആണ് സിനിമ. അതിനെ നല്ല നിലയിൽ വിലയിരുത്താവുന്ന ഏറ്റവും നല്ലൊരു പാഠമാണ് ഈ സിനിമ. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.